ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ മുന്നിൽ വെച്ച് രോഹിത്തിന്റെ ഫോൺ ആവശ്യപ്പെടുകയാണ് പപ്പിമോൾ. എല്ലാം ഉടനെ തന്നെ സത്യയെ അറിയിക്കണം. സത്യക്ക് ഞാനും സത്യയും തമ്മിൽ സഹോദരിമാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യക്ക് ഒത്തിരി ഇഷ്ടമാകും. സത്യ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഞാൻ നേരിട്ട് ഇക്കാര്യം അവളോട് പറഞ്ഞാൽ എന്തായാലും ഇക്കാര്യം ഇപ്പൊ തന്നെ എനിക്ക് അവളെ അറിയിക്കണം അച്ഛാ. അച്ഛൻ ഫോൺ തന്നെ, ഞാൻ അവളെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെക്കുന്നത് കേട്ട് രോഹിത്ത് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോ, വേണ്ട, ഞാൻ അച്ഛന്റെ ഫോൺ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് പപ്പി പോകാൻ തുടങ്ങുമ്പോ പപ്പിയെ പിടിച്ചു നിർത്തുകയാണ് ശാലിനി. മോളെ പപ്പി, ഇപ്പോ തൽക്കാലം ഇക്കാര്യങ്ങളൊന്നും സത്യ അറിയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു, അതെന്താ ചേച്ചിയമ്മേ ഇപ്പൊ ഇക്കാര്യം പറഞ്ഞാല്? ചേച്ചിയമ്മേ, അപ്പോ ഞാനും സത്യയും സഹോദരിമാരല്ലേ എന്ന് ചോദിച്ചതും ശാലിനി വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അതേ മോളെ, നിങ്ങൾ സഹോദരിമാർ തന്നെയാണ്. പക്ഷെ ഇപ്പോ ഇക്കാര്യം സത്യയോട് പറയണ്ട. കാരണം ഇപ്പോ ഇത് സത്യയോട് പറഞ്ഞാൽ സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഇപ്പോ സത്യയോട് പറയേണ്ടി വരും. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തൽക്കാലം എല്ലാ സത്യങ്ങളും സത്യാമ്മയുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ സത്യാമ്മയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഉടനെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തേണ്ട സമയമാകും. അതിന് കുറച്ചുകൂടി മോള് കാത്തിരിക്കണം. അതുകൊണ്ട് പപ്പിമോള് ഈ ചേച്ചിയമ്മ പറയുന്നൊന്ന് കേൾക്കണം. കുറച്ചു ദിവസം കൂടി മാത്രം ഇക്കാര്യം സത്യയോട് പറയാതെ മറച്ചു വെച്ചാൽ മതി. ചേച്ചിയമ്മ പറയുമ്പോൾ മാത്രം ഈ സത്യം പപ്പിയോട് പപ്പിമോള് സത്യയോട് പറയണം. അതുവരെ സത്യ ഇക്കാര്യം അറിയരുത്. അത് ചേച്ചിയമ്മയ്ക്ക് പപ്പിമോള് വാക്ക് തരണം. ഉടനെ തന്നെ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് തന്നെ ചേച്ചിയമ്മ ഉറപ്പ് തരുന്നു. എല്ലാ സത്യങ്ങളും സത്യാമ്മയോട് പറയുമ്പോൾ ചിലപ്പോ നിങ്ങള് അമ്മയെയും പപ്പിമോളെയും ചിലപ്പോ സത്യാമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സാഹചര്യം പോലും ഉണ്ടാകും. അതുകൊണ്ടാ ചേച്ചിയമ്മ പറയുന്നത്, തൽക്കാലത്തേക്ക് സത്യങ്ങൾ തുറന്നു പറയാനായി കുറച്ച് സാവകാശം പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് തരണം. എന്താ സത്യ ഇക്കാര്യം അറിയുന്നതിൽ നിന്ന് കുറച്ചു ദിവസത്തേക്കെങ്കിലും പപ്പിമോള് കാത്തിരിക്കുമെന്ന് ഈ ചേച്ചിയമ്മയ്ക്ക് വാക്കുതാ എന്ന് ശാലിനി ആവശ്യപ്പെടുമ്പോ ശാലിനിയുടെ വാക്കുകൾ കേട്ട് പപ്പി ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ തന്റെ കൈ വെച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ശ്യാമയും കിടന്നു. അപ്പോഴും രോഹിത്തിന്റെ മനസ്സിൽ ശാലിനി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ആശങ്കയോടെ നിൽക്കുമ്പോൾ ശാലിനി പപ്പിമോളെ ചേർത്ത് പിടിച്ച് മനസ്സിൽ പറഞ്ഞു, അതെ, എന്റെ പൊന്നു മക്കളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളെ രണ്ടുപേരെയും വേർപെടുത്തിയത് തന്നെയാണ്. പക്ഷേ എങ്കിലും സത്യങ്ങൾ തിരിച്ചറിയാൻ കുറച്ചുകൂടി സാവകാശം വേണം. അതുവരെ എൻ്റെ മോള് എന്നോട് ക്ഷമിക്ക് എന്ന് മനസ്സിൽ കുഞ്ഞിനോട് ക്ഷമയാചിച്ച് ശാലിനി നിന്നു. പിന്നീട് കാണുന്നത് തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് വാരണാസിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗോപാലകൃഷ്ണൻ കാര്യങ്ങൾ അറിഞ്ഞ് ആകെ ടെൻഷനിലായി. ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ശാരദെ, ഇപ്പൊ ഇത് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വാരണാസിയില് തീർത്ഥാടന സമയത്ത് പോയപ്പോ എന്നെ അതുപോലെ കാര്യമായി എനിക്ക് താമസിക്കാനും എൻ്റെ ഭക്ഷണ കാര്യങ്ങളുമൊക്കെ കൃത്യമായി നോക്കിയൊരു കുടുംബമാണ് അവര്. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തികമായി അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വന്നത്. എന്ന് വെച്ച് എന്നോട് ഇക്കാര്യം മറച്ചു വെച്ചത് ശരിയായില്ല ശാരദെ. ഇക്കാര്യം എന്നെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയുന്നു. അത് കേട്ടതും ശാരദാമ്മ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അബദ്ധങ്ങളോട് അബദ്ധങ്ങളല്ല ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോ സത്യാമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? ശരിക്കും അവൾ അവിടുത്തെ ജോലിക്കാരിയോ അതോ ഹോം നേഴ്സോ? അതിലപ്പോ എന്തെങ്കിലും ഒരു പദവി അവൾക്ക് നൽകുവോ? ഒരു ജില്ലാ കളക്ടറാണ് എന്നത് പോലും അവർ വകവയ്ക്കില്ല. അത് മാത്രമാണോ ഇപ്പോ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവളുടെ ഭർത്താവാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ കിട്ടുന്ന യോഗ്യത എന്തായിരിക്കും? ഇനി ശ്യാമയെ നോക്കാനാണെന്ന് പറഞ്ഞ് അവളെ അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നെങ്കിലും കുഞ്ഞേച്ചി നോക്കുന്നത് പോലെ ശ്യാമയെ ആരും നോക്കില്ല എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ന്യായം. പക്ഷേ ശാലിനിയേക്കാളേറെ നല്ല ഭംഗിയായി സത്യാമ്മ ശ്യാമയുടെ കാര്യങ്ങൾ നോക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം നമ്മുടെ മക്കളാണ് രണ്ടുപേരും. എങ്കിലും ശ്യാമയുടെ കാര്യത്തിൽ ശാലിനിയുടെ അനുജത്തിയാണെന്നുള്ള ഒരു നോട്ടം പോലും സത്യഭാമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ശാരദെ, ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശാലിനിയുടെ അനുജത്തിയായിട്ട് പോലും ഇവളെന്റെ അനുസരണയുള്ള മരുമകളായതുകൊണ്ട് അവളെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് അവർ പറയാതെ നമുക്ക് മുന്നിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് സത്യഭാമയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയെ ധരിപ്പിക്കുന്നു.
അവിടെ ഇനി ശാലിനിക്ക് കിട്ടാൻ പോകുന്ന പരിഗണന എന്താണ്? ചിലപ്പോ പുതുപ്പെണ്ണിന്റെ അടിവസ്ത്രങ്ങൾ പോലും കഴുകേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് അവളുടെ നില വന്ന് എത്തിച്ചേക്കും എന്ന് പറയുമ്പോൾ അത് കേട്ട ഉടനെ ശാരദാമ്മ ഗോപാലേട്ട എന്ന് വിളിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എന്റെ ശാരദെ, നിനക്ക് അവളോട് പറയാമായിരുന്നില്ലേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞതും ഇപ്പോ സത്യമോള് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ എന്തായിരിക്കും ആ കുഞ്ഞിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവളോട് എന്ത് മറുപടി നമ്മൾ പറയും? അവൾ അറിയണ്ടേ അവളുടെ അച്ഛൻ ആരാണെന്നും അവളുടെ അമ്മയുടെ അച്ഛന്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും. എന്നിട്ടും ആ പാവം കുഞ്ഞിനോട് പോലും സത്യങ്ങൾ മറച്ചു വെച്ച് അവൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് ശാരദെ അതിൽ നിന്നുള്ള നേട്ടം എന്നെല്ലാം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് ശാരദ പറഞ്ഞു, അത് പിന്നെ ഗോപാലേട്ട ഞാൻ എന്ന് പറയുമ്പോൾ ശാരദെ, നീ എല്ലാ കാര്യങ്ങളും അവളുടെ തീരുമാനത്തിനോ നമ്മൾ അനുകൂലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാത്തിനും അവളുടെ അഭിപ്രായങ്ങളും അവളുടെ തീരുമാനങ്ങളും നടപ്പിലാകട്ടെ എന്ന് കരുതി നമ്മൾ പിന്മാറി നിന്നതാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റ്. അവളുടെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയുമായിരുന്നു. അന്ന് അവിടേക്ക് പോകേണ്ടിയിരുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നില്ല, മറിച്ച് പോലീസിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ചെന്ന് കയറേണ്ടിയിരുന്നത്. അവനെ പിടിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിടേണ്ടതായിരുന്നു. അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിയേണ്ടതായിരുന്നു. അതിനൊക്കെയുള്ള യോഗ്യതയും അർഹതയും നിയമവും എല്ലാം അവൾക്ക് അനുകൂലം തന്നെയാണ്. ശാലിനി വെറും ജില്ലാ കളക്ടർ എന്നുള്ള പദവിയിൽ മാത്രം ഇരിക്കുന്നവളല്ല. അവൾക്ക് ഒരു ചോദ്യത്തിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. അവൾ ഒരു നോട്ടം മാത്രം മതി. വിഷ്ണു ഈ നിമിഷം അകത്താണ്. എന്നിട്ടും അവൾ അതിനൊന്നും തുനിയാതെ സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് കേൺ അപേക്ഷിക്കാനായി പോയിരിക്കുന്നു. അവര് പുറംകാലുകൊണ്ട് തട്ടി താഴെയിട്ടത് കണ്ടില്ലേ എന്നൊക്കെ രാഘവൻ ഗോപാലകൃഷ്ണന്റെ ചോദ്യങ്ങൾക്ക് ശാരദാമ്മ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അവൾ ചെയ്യേണ്ടിയിരുന്നത് അതായിരുന്നില്ല. അവൾ അവിടേക്ക് ചെന്ന് ആ പെണ്ണിന്റെ താലിമാല പൊട്ടിച്ച് വലിച്ചെറിയേണ്ടതായിരുന്നു. സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച അവളെ ചോദ്യം ചെയ്ത് അവളെ ഈ ഒരു കേസിന്റെ പേരിൽ അഴി എണ്ണിക്കണമായിരുന്നു. ആദ്യത്തെ വിവാഹം നിലനിൽക്കെ അത് വേർപെടുത്താതെ മറ്റു വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവനും ജയിലിലാക്കേണ്ടതായിരുന്നു. ഇന്നത്തെ കാലത്ത് വിവാഹം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഈ വിവാഹം. അതുകൊണ്ട് തന്നെ മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ കയറി ഇറങ്ങേണ്ടി വരും ഈ ഒരു വിവാഹ മോചനത്തിന് വേണ്ടി. ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായാലും ശരിയായില്ല ശാരദ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സത്യമോള് എത്തുന്നു. കാറ് വന്ന് നിൽക്കുന്ന കണ്ടതോടെ ഗോപാലകൃഷ്ണൻ വേഗം സത്യയെ കൂട്ടാനായി രാമകൃഷ്ണൻ അരികിലേക്ക് ചെന്നു. രാമകൃഷ്ണ മോളെ ഇറക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ചെന്നതും ശാരദാമ്മയും കൂടെ ഇറങ്ങി. എന്തായാലും നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, ഞാനും വരാം എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു, ഗോപാലേട്ടൻ എന്തായി പറയുന്നത്? സത്യം കൊണ്ട് എവിടെ പോവാ എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാലിനി എവിടെയോ അവിടെയാണ് ഇപ്പോ സത്യമോൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് ശാരദെ, നീ കയറുന്നുണ്ടെങ്കിൽ കയറിക്കോ, ഞാൻ പോവുകയാണ് മോളുമായിട്ട് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ ഉടനെ അത് കേട്ട് നിന്ന ശാരദാമ്മ പറഞ്ഞു, ഗോപാലേട്ട ഞാനൊരു കാര്യം പറയട്ടെ. മുമ്പ് ഒരു വട്ടം ഗോപാലേട്ടൻ ഇതുപോലെ മുൻകൈ എടുത്തിറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങിയവളാണ് ഞാനും. അന്ന് അവിടെ ചെന്ന് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഗോപാലേട്ടന് ഓർമ്മയുണ്ടോ? അതിനുശേഷം ശാലിനി ഇവിടെ വന്ന് നടത്തിയ പ്രശ്നങ്ങളെ കുറിച്ച് അന്ന് ഞാൻ ശാലിനിയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അതെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ അതിൽ കൈകടത്താനോ അതിൽ അഭിപ്രായം പറയാനോ അച്ഛനോ പുറത്തുള്ള മറ്റൊരാൾക്കോ അച്ഛനമ്മമാർക്കോ പുറത്തുള്ള യാതൊരാൾക്കും അനുവാദമോ അവകാശമോ ഇല്ല, അർഹതയും ഇല്ല. അതുകൊണ്ട് എന്റെ കാര്യത്തിലും ഗോപാലേട്ടന്റെയും എന്റെയും കാര്യത്തിലും ശാലിനിയെ അങ്ങനെ വിൽക്കുമ്പോ അവളുടെ കാര്യത്തിലും അതേ നിയമം തന്നെ, അതേ രീതി തന്നെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഗോപാലേട്ടൻ പറഞ്ഞല്ലോ, ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി എന്താണെന്ന്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ആ പെണ്ണിന്റെ കഴുത്തിൽ കിടന്ന താലി പൊട്ടിച്ചെറിയാനോ ഭർത്താവിനെ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനോ ഒന്നിനും ഞാൻ തുനിഞ്ഞിരുന്നില്ല എന്ന കാര്യം ഗോപാലേട്ടനും മറന്നുപോകരുത് എന്ന് ശാരദാമ്മ ഓർമ്മിപ്പിച്ചു. നമ്മൾ ചെയ്യുന്നതിന്റെയൊക്കെയുള്ള ഫലം തിരികെ നമുക്കുണ്ടാവും. ചിലപ്പോൾ കോടതിയും പോലീസും ഒക്കെ കയറി നിന്ന് തന്റെ ഭർത്താവിനെ തനിക്ക് തിരികെ നൽകിയേക്കാം. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ആ അകൽച്ച, മനസ്സിലെ സ്നേഹത്തിനുണ്ടാകുന്ന വിടവ്, അത് ആർക്കെങ്കിലും നികത്താനോ ആർക്കെങ്കിലും തിരികെ തരാനോ കഴിയുമോ ഗോപാലേട്ട? അന്ന് ആ സ്നേഹബന്ധത്തിനാണ് വിള്ളൽ വീഴുന്നത്.
ആ സ്നേഹത്തെ തിരിച്ചു നൽകാൻ, ആ മനസ്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ചയെ തിരിച്ചു നൽകാൻ അത് ഒരു നിയമത്തിനോ ഒരു കോടതിക്കോ ഒരു പോലീസിനോ ഒന്നിനും കഴിയുകയില്ല. അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പരസ്പര ബന്ധത്തിലുണ്ടാകുന്ന ആ സ്നേഹത്തിലുണ്ടാകുന്ന അടിയുറപ്പുള്ള ആ ബന്ധം മാത്രമേ നിലനിൽക്കൂ ഗോപാലേട്ട എന്ന ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് അത് അവിടെ നിന്ന് രാമകൃഷ്ണൻ പറഞ്ഞു, അതെ, കുടുംബകാര്യത്തിൽ ഞാൻ കയറി ഇടപെടുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും അഭിപ്രായം ഞാനൊന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ പറഞ്ഞു, അതെ ഗോപാലൻ സാറേ, വേറൊന്നുമല്ല, ശാലിനി കുഞ്ഞ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ കുഞ്ഞ് എന്ത് കാര്യം ചെയ്താലും അതിന്റെ പിന്നിൽ ആ കുഞ്ഞിൻ്റെതായ ഒരു ന്യായമുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ തലമുടി നരച്ചവരൊക്കെ പതുക്കെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശാലിനി കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ശാലിനി കുഞ്ഞിനുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ, ശാലിനി കുഞ്ഞ് എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചാലും ആ കുഞ്ഞിന്റെ എപ്പോഴത്തെയും ആ കുഞ്ഞിന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. സ്നേഹത്തോടെ എല്ലാവരെയും കീഴ്പ്പെടുത്തുക, സ്നേഹം കൊണ്ട് എല്ലാവരെയും സ്വന്തമാക്കുക, അതാണ് ശാലിനി മോളുടെ നീക്കങ്ങൾ, ശാലിനി മോളുടെ വ്യവസ്ഥ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. എല്ലാത്തിനും ശാലിനി മോൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തിക്കൊള്ളുമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ഗോപാലകൃഷ്ണൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും സത്യ ഇതെല്ലാം കേട്ടതിന് ശേഷം കാറിൽ നിന്നിറങ്ങിയിട്ട് ഗോപാലകൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, മുത്തശ്ശൻ പേടിക്കണ്ട. അമ്മയെ കാണാത്തത് കൊണ്ടാണോ മുത്തശ്ശൻ സങ്കടപ്പെടുന്നത്? അമ്മ ഗോവയിൽ ഒരു ക്യാമ്പിന് പോയിരിക്കുകയല്ലേ. അമ്മ എന്റെ അമ്മ മിടുക്കിയാണ്. അതുകൊണ്ട് അമ്മ ജില്ലാ കളക്ടർ അല്ലേ. അമ്മ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത് ലക്ഷ്യം കണ്ടിട്ടേ അമ്മ വരികയുള്ളൂ. അതുകൊണ്ട് മുത്തച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. ഈ മുത്തച്ഛന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് സത്യ അങ്ങനെ നിൽക്കുമ്പോ, ഗോപാലേട്ട, ഞാൻ സത്യമോളെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് ശാരദാമ്മ സത്യം വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ വരാന്തയിലേക്ക് കയറി വന്ന് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അതേ മോളെ, ഈ മുത്തച്ഛന് ഒന്നും അറിയില്ല, ഒന്നും അറിയത്തില്ല, അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടെ അവിടെ ഇരുന്നു. അതിനുശേഷം ശാലിനി സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ജില്ലാ കളക്ടറുടെ കാറ് വന്നു നിന്നു. പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ അനുപല്ലവി ആകെ ടെൻഷനോടെ ശാലിനിയുടെ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും അനുപല്ലവിയെ കണ്ട ശാലിനി ചോദിച്ചു, എന്താ അനു, എന്തു പറ്റി? ഉടനെ ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തിയ അനു പറഞ്ഞു, അത് പിന്നെ മേഡം, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതും, എന്താ കാര്യം, അത് പറയാനു എന്ന് ശാലിനി ആവശ്യപ്പെട്ടതും അനുപല്ലവി പറഞ്ഞു, മേഡം, അത് പിന്നെ ചൈന കോളനിയിലെ കുറെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വിഷബാധ ഏൽക്കേണ്ടി വന്നു. അവര് ഹോസ്പിറ്റലിലാണ് മേഡം എന്നറിയിച്ചു. അത് കേട്ടതും ശാലിനി ആകെ ടെൻഷനിലായി. അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല മേഡം, എന്തോ ചരിവ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് മേഡം എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ശാലിനി വേഗം ടിവിയില് ന്യൂസ് കാണാനായി ഓടിപ്പോകുന്നു. TV ഓൺ ചെയ്തതും അതിൽ കുറെ കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നും ഇതിന് പിന്നിൽ ഉന്നത തലത്തിലുള്ള ഓഫീസർമാര് ഇതിനകത്ത് പ്രശ്നക്കാരായി മാറിയിട്ടുണ്ടെന്നും അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരെന്നും ഓഫീസർമാര് ഉന്നത തലങ്ങളിലുള്ളവരാണ് എന്നുമൊക്കെ വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ കേട്ട് ശാലിനി ആശങ്കയിലായി. അപ്പോഴാണ് അവർ പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഏതോ ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരെയെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ശാലിനി ആകെ ടെൻഷനായി. അപ്പോഴാണ് ശാലിനി വിഷ്ണു IAS ആണ് ഇതിനുള്ള അനുമതി നൽകിയതെന്നും അവരും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എന്നും ഇതിനകത്ത് ഏണിംഗ് മെമ്പർ എന്നുള്ള ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലുള്ള കമ്പനിയാണ് ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്തിരുന്നെന്നും ആ ഫുഡ് സപ്ലൈ ചെയ്തതിൽ നിന്നാണ് കുട്ടികൾക്ക് വിഷബാധ ഉണ്ടായതെന്നും ഒക്കെ ന്യൂസിലൂടെ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം കേട്ടതോടെ ശാലിനിയാകെ ടെൻഷനിലായി. അനു, ഇപ്പൊ തന്നെ നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞതും അനുപല്ലവി പറഞ്ഞു, മേഡം, ഇപ്പൊ നമ്മൾ അവിടേക്ക് പോകുന്നത് ശരിയല്ല. മേഡത്തെ കുറിച്ചുള്ള ഇപ്പൊ ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നിൽക്കുന്ന രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ അറിയാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് മേഡം തൽക്കാലം അവിടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ മറുപടി എങ്ങനെയാണെന്ന് നമുക്ക് പറയാനാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി പറഞ്ഞു, അനു എന്ന് പറഞ്ഞ് ഞാൻ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണമെന്നാണോ? ഒരിക്കലും ഇല്ല. ഒളിവിലിരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അനുപല്ലവി പറഞ്ഞു, മേഡം, അങ്ങനെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. അതുകൊണ്ട് മേഡം ഇപ്പൊ അവിടേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നീട് മേഡത്തിനോടുള്ള അവരുടെ സമീപനം എങ്ങനെയായാലും അതിനുശേഷം മേഡം നിരപരാധിയാണെന്ന് അറിയുമ്പോൾ അവർ കുറെ പരിതപിച്ചേക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ മേഡം എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അനു, അത് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ ഈ നിമിഷം തന്നെ നമുക്ക് അവിടേക്ക് പോയിരിക്കണം. ഇറ്റ്സ് മൈ
ഓർഡർ എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ അനുവിനോട് അവിടേക്ക് പോകാമെന്ന് അറിയിക്കുന്നു. അനു മനസ്സോടെ അതിന് സമ്മതം മൂളുമ്പോൾ ചൈന കോളനിയിലെ കുട്ടികള് വിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനെ കുറിച്ചുള്ള പിന്നിലുള്ള കാരണങ്ങളും അതിന് കാരണക്കാരിയായത് ശാലിനി വിഷ്ണു IAS എന്ന ജില്ലാ കളക്ടറാണ് എന്നുള്ള ഓരോ റിപ്പോർട്ടും അത് സമയത്ത് വന്നുകൊണ്ടിരിക്കണം. ലൈവായി അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചാനലിലെയും റിപ്പോർട്ടർമാര് ശാലിനിയാണ് കുറ്റവാളി എന്ന രീതിയിൽ സംസാരിക്കുന്നു. കളക്ടറേറ്റിൽ തന്നെ അവർ വന്ന് നിൽക്കുകയാണെന്നും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ഇതിന്റെ പിന്നിലെ പ്രശ്നം എന്താണെന്നും അറിയുവാനായിട്ട് ഈ ഒരു ഏണിംഗ് മെമ്പർ എന്നുള്ള ഈ പ്രോജക്റ്റിന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി കളക്ടറാണ്. അതുകൊണ്ട് സാറിനെ തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടർ അവിടേക്ക് എത്തിയ സജിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് സജി പുറത്തേക്ക് ഇറങ്ങി വന്ന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് വന്ന് സജിയെ തടയുന്നു. സാർ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നൽകിയാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ചിലപ്പോ അത് സാറിന് പ്രശ്നമായാലോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിച്ചിട്ടും സജി പറഞ്ഞു, ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തിയേ തീരും. ഞാനിത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഏണിംഗ് മെമ്പർ എന്നുള്ള ഈ പ്രോജക്റ്റിന്റെ ചെയർമാൻ ഞാനല്ല. ഇത് ജില്ലാ കളക്ടർ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ജില്ലാ കളക്ടറാണ് ഇതിനുള്ള എല്ലാ അനുമതിയും നൽകിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയത് കളക്ടർ നേരിട്ട് തന്നെയാണ് എന്ന് ഡെപ്യൂട്ടി കളക്ടറായ സജി അതിൽ നിന്ന് താൻ ഇതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് അവിടെ വന്ന പത്രക്കാർക്ക് മുന്നിൽ വെളിപ്പെടുത്തണം. പിന്നീട് ഇതെല്ലാം അറിയാനിടയായ സരോജവും ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ്. ശാലിനി ഇതിന് പിന്നിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ശാലിനിയെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ എനിക്ക് കളക്ടർ മേഡത്തോട് തന്നെയാണ് ചോദിക്കാനുള്ളതും മേഡത്തിന്റെ നാവിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ തനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സരോജവും ശാലിനിയെ കുറ്റവാളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ട് മനസ്സ് തകർന്ന ശാലിനി തന്റെ നിരപരാധിത്വം തെളിയിക്കാനാകാതെ സങ്കടത്തോടെ എല്ലാവർക്കും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നു.